പല ആളുകളും അപകടത്തിൽപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പീരീഡ് കഴിഞ്ഞു പോയതാണെന്നും അവൻ്റെ വണ്ടിയുടെ പൊല്യൂഷൻ എടുത്തിട്ടില്ല എന്നുള്ളതൊക്കെ ഇന്ന് ഇൻഷുറൻസ് കമ്പനികളൊക്കെ ആൾ മരിച്ചിട്ട് കോമ്പൻസേഷൻ കിട്ടുന്നതിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എന്നാലും എന്നെ കേൾക്കുന്ന പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞിരിക്കുക, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് പക്കായാണോ എന്ന് നോക്കണം, നമ്മുടെ ഇൻഷുറൻസ് പക്കായാണോ എന്ന് നോക്കണം, നമ്മുടെ ടയർ കണ്ടീഷൻ പക്കായാണോ എന്ന് നോക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ചില ബൈക്ക് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ഈ ആളുകൾ കമൻ്റൊക്കെ പറയാം മരിച്ചറിയിച്ച് പോവുകയാണെന്ന്. എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത് അങ്ങനെ പോകരുത്. നിങ്ങളുടെ ജീവൻ വിലപ്പെട്ട ജീവനാണ്. അപ്പം വാഹനങ്ങളുടെ കപ്പാസിറ്റിയും റോഡിന്റെ കപ്പാസിറ്റിയും മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ജീവൻ വിലപ്പെട്ടതാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ വേണം ചെറുപ്പക്കാരായ എൻ്റെ കൊച്ചനുജന്മാരും അനിയന്മാരും. ഇപ്പം ഞാനൊരു ചെറുപ്പക്കാരൻ മരിച്ചതുകൊണ്ട് ഞാനിത് പറയുന്നത്, വണ്ടി ഓടിക്കാൻ. ശ്രീ ബിജോ കാപ്പൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റോഡുകൾക്ക് ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയെന്നോ പ്രാദേശിക റോഡുകളെന്നോ അല്ലെങ്കിൽ PWDയുടെ റോഡുകളെന്നോ ഒന്നുള്ള വ്യത്യാസമില്ല. ഇപ്പോൾ അപകടം ഉണ്ടായിരിക്കുന്നത് തൃശ്ശൂരിലെ കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള റോഡാണ്. ഈ റോഡിൽ തന്നെ അപകടം, അതായത് സമാനമായ സാഹചര്യത്തിൽ കുഴി മൂലമുള്ള അപകടം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ദേശീയപാത നമുക്കറിയാം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആളുകൾക്ക് വഴി യാത്ര ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. എവിടെയാണ് കുഴി, പ്രത്യേകിച്ച് ഇപ്പോൾ മഴ ആയി വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് എപ്പോൾ അപകടം എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റാത്ത അവസ്ഥയുമാണ്. ഇതെല്ലാ കാലവർഷകാലത്തും ഇങ്ങനെയാണ് എന്നുള്ള ഒരു പൊതു ന്യായീകരണത്തിനപ്പുറത്ത് ജനങ്ങളെ സംബന്ധിച്ച് നല്ല രീതിയിൽ റോഡിലൂടെ നടക്കണമെന്നുള്ളത് അവകാശമാണല്ലോ. എന്ത് ചെയ്യാൻ പറ്റും? ഹലോ ഹലോ പറഞ്ഞോളൂ. പറയാമല്ലോ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഹലോ, അതായത് നമ്മുടെ കേരളത്തിലെ റോഡ് അപകടങ്ങളെ കുറിച്ച് നമ്മളൊന്ന് പഠിച്ചാൽ അല്ലെ ഒന്ന് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ 4-5 പ്രധാന പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്. 2, റോഡുകളുടെ പോരായ്മ. 3, കാൽനട യാത്രക്കാർക്ക് വേണ്ട ഫുട്പാത്ത് കേരളത്തിൽ വളരെ ചുരുക്കമാണ്. പിന്നെ ശരിയായ ഡ്രൈവിംഗ് സംസ്കാരം എന്നെ പോലെയുള്ള ആളുകൾക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അമിത വേഗത, മദ്യപിച്ച് വാഹനം ഓടിക്കുക, അതുപോലെ തന്നെ വാഹനങ്ങളുടെ പെരുപ്പം വലിയൊരു പ്രധാന ഘടകമാണ്. അതുപോലെ തന്നെ റോഡിലെ തെറ്റായ പാർക്കിങ്, പിന്നെ റോഡിൽ നിൽക്കുന്ന പോസ്റ്റുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, ഡ്രൈവിംഗ് പോസ്റ്റുകൾ, ഇതൊക്കെയാണ് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ. ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, നമ്മുടെ ടെക്നോളജി വികസിച്ച് കഴിഞ്ഞപ്പം നമ്മുടെ നാട്ടിൽ BMBC ടാറിംഗ് ആണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം ആ പഴയ പരമ്പരാഗത രീതിയിലുള്ള സാധാരണ ചിപ്പിംഗ് കാർപ്പറ്റിലാണെങ്കിൽ റോഡിൻ്റെ ടാറിങ്ങിൻ്റെ കനം വളരെ കുറവാണ്. അപ്പം കുഴിയുടെ വലിപ്പം കൂടും. അതേസമയം BMBC ടാറിങ്ങിൽ കുഴിയുടെ ആഴം കൂടുതലാണ്. അതായത് ടാറിങ്ങിനുള്ള മെറ്റീരിയൽ അവിടെ കൂടുതലാണ് ഇവിടെ മെഷീൻ ടാറിങ്ങിൽ. അപ്പോഴത്തേന് ഈ കുഴി വളരെ വലുതാണ്, കുഴി ചെറുതും അതിൻ്റെ വിസ്തൃതി ചെറുതും ആഴം കൂടുതലുമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുഴികളിൽ വീഴുന്ന വാഹനം എന്തായാലും തെറിച്ചു പോകും. മറ്റൊരു കുഴിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ വെട്ടിച്ചു പോകുന്ന ഒരു ഡ്രൈവർക്ക് വേണമെങ്കിൽ ആ കുഴിയിൽ കയറി ഇറങ്ങി പോകാൻ കഴിയും. അതാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ലത്. അപ്പോൾ ഇതിനൊരു പരിഹാരം എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്, ഇപ്പോൾ ഇതിനകത്ത് നമ്മുടെ PWD ആണെങ്കിലും NH ഒക്കെ ആണെങ്കിലും ഇതിന് മെയിൻ്റനൻസിന് കൊടുക്കുന്ന കോൺട്രാക്ടർ അല്ലെങ്കിൽ ആദ്യത്തെ 5 കൊല്ലം ഗ്യാരണ്ടി പീരീഡാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവർക്കിതിൻ്റെ സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ എന്നുള്ളതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ലേബർ കോസ്റ്റൊക്കെ കൂടുന്നത് കൊണ്ട് കുഴികളുടെ എണ്ണം കൂടാൻ അവർ നോക്കിയിരിക്കും. കോൺട്രാക്ടർക്ക് മുതലാകണമല്ലോ. അതേസമയം ഓരോ കുഴി വരുമ്പോൾ തന്നെ അത് അടയ്ക്കാൻ ഒരു സൗകര്യമുണ്ടായിരുന്നു. നമ്മളൊരു 10-30 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ NMR എന്ന് പറഞ്ഞ തൊഴിലാളികളുണ്ടായിരുന്നു PWDയിൽ. അവർ നമുക്കറിയാം രാവിലെ മുതൽ നമ്മൾ റെയിൽവേ ട്രാക്കിൽ കൂടെ ഇവർ ആണി മുറുക്കുന്നത് പോലെ ഇവർ നടന്ന ഒരു ബക്കറ്റിനകത്ത് ടാറും കുഴച്ചതും ഈ മെറ്റീരിയലും എല്ലാം കൂടെ കുഴച്ചത് കൊണ്ടുവന്നിട്ട് ഈ കുഴികൾ അടച്ചു പോകുമായിരുന്നു. ഇപ്പോൾ അവർ NMR എന്ന് പറഞ്ഞൊരു തസ്തികയില്ല. അപ്പോൾ അതിന് കോൺട്രാക്ടർമാരെ ഏൽപ്പിച്ചിരിക്കുക. അപ്പോൾ അടിയന്തരമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ പെർഫോമൻസ് കോൺട്രാക്റ്റ് തന്നെ വരണം, നമ്മുടെ ജീവൻ അപകടത്തിലാവാതിരിക്കാൻ. നമുക്കറിയാം കൂടുതലും 2 വീലറിൽ യാത്ര ചെയ്യുന്നത് വളരെ ചെറുപ്പക്കാരായ ആളുകളാണ്. ആ ചെറുപ്പക്കാരെ നഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞാൽ അടുത്ത തലമുറയെ നയിക്കേണ്ട ആളുകളാണ് ഈ അപകടത്തിൽപ്പെട്ട ആളും. ഇന്നിപ്പോൾ ഞാൻ ഒരു വിഷ്വൽ മുമ്പ് കണ്ടു, പത്തനംതിട്ടയിലേക്ക് ഒരു പോലീസ് വണ്ടി ഒരു പ്രതിയുമായി പോവുക. പോലീസ് വണ്ടിയുടെ ബാക്കിലെ ടയർ ക്ലീൻ ഷേവാണ്, അതിൻ്റെ ഫ്രണ്ട് ടയറിന് കട്ടയുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ചിലപ്പം പോലീസിന് മെയിൻ്റനൻസിനുള്ള പൈസ കൊടുക്കാത്തത് കൊണ്ട് വാങ്ങിയതായിരിക്കില്ല. ഈ മഴക്കാലത്ത് പോലീസ് വണ്ടിയാണെന്നുള്ളത് ആ ടയറിനും റോഡിനും അറിയത്തില്ലല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും വെള്ളത്തിൽ ചവിട്ടിയാൽ തെറ്റിപ്പോവും. പണ്ടൊക്കെ അപകടമുണ്ടാകുന്നത് ജൂൺ മാസങ്ങളിലായിരുന്നു. ഞങ്ങൾ പണ്ടൊരു പഠനം നടത്തിയപ്പം അതിൻ്റെ കാരണം ഈ ചൂടുള്ള ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ
ഈ ഡീസൽ ടാങ്ക് അടയ്ക്കാതെ പ്രത്യേകിച്ച് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആ വാഹന ഡീസൽ ഇങ്ങനെ ഈ വളവുകളിൽ വീണ് കിടക്കും. അപ്പോൾ അത് മഴക്കാലം ആകുമ്പോഴത്തേനും ഈ വേനൽക്കാലത്തെ ചൂടും ഇതും കൂടെ കൂടിയിട്ട് അവിടെ എല്ലാം ഈ വാഹനം സ്കിഡ് ചെയ്യും. അപ്പോൾ സ്കിഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ ടയറിന് കട്ടയില്ലെങ്കിൽ നിർബന്ധമായിട്ടും ആ വണ്ടി സ്കിഡ് ചെയ്തു പോകും. അപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ പെനാൽറ്റി അടിക്കുന്നത് അവിടുത്തെ ടയർ കണ്ടീഷനാണ്. അവരത് അളക്കും. ആ ടയറിന് ഇത്രമാത്രം കട്ടയില്ലെങ്കിൽ ആ ടയറിന് മേടിക്കുന്നതിൻ്റെ 3 ഇരട്ടി പൈസ പെനാൽറ്റി ആവും. അപ്പോൾ അങ്ങനെ പെനാൽറ്റി വരും എന്നുള്ളത് കൊണ്ട് എല്ലാ ഡ്രൈവർമാരും കൃത്യമായി യഥാസമയം വണ്ടിയുടെ ടയർ പ്രോപ്പറായി മാറിയിരിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പക്കാരായ ആളുകളോട് പറയാനുള്ളത്, നമ്മുടെയൊക്കെ നാട്ടിൽ കൂടിയാണ് വണ്ടി ഓടിക്കുന്നത്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു മരണ വീട്ടിൽ കയറി പോകുമ്പം ബൈക്ക് പാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ പുറകിലാണ് ഞാൻ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത്. അപ്പോഴത്തേനും കട്ട ടയറാണ് ബൈക്കിൻ്റെ. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞ വണ്ടിയുടെ നമ്പർ ഒന്ന് നോട്ട് ചെയ്തു, നമുക്ക് ആ പയ്യനെ വിളിച്ചിട്ട് പറയണം, മോനെ ഇങ്ങനത്തെ വണ്ടി ഓടിക്കരുത് എന്ന് പറയാം. നാളുകളിൽ നമ്മളൊരു വാർത്ത വായിക്കണ്ടല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ മരിച്ച വീട്ടിൽ കയറിയിട്ടെങ്കിൽ ഇറങ്ങി വരുമ്പം ഈ പയ്യൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, അതിൻ്റെ പുറകിലോട്ട് അവൻ്റെ അമ്മ കയറിയിരിക്കുക, ഈ അപകടം ഉണ്ടായ പോലെ. അപ്പം ഞാൻ പയ്യൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മകനെ എനിക്കൊരു കാര്യം പറയണം, പിണങ്ങരുത്. എന്താ ചേട്ടാന്ന് ചോദിച്ചു. അപ്പോൾ ആ പയ്യനോർത്ത് എൻ്റെ വണ്ടിയുടെ മിന്നെ പാർക്ക് ചെയ്ത് ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് നിന്നെപ്പോലെ പ്രായമുള്ള 2 മക്കളുണ്ട്, അപ്പം അവരും ബൈക്ക് ഓടിക്കുന്നവരാണ്, ഈ വണ്ടിയുടെ ടയറിൻ്റെ കട്ട കണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അത് ഞാൻ ഉടനെ മാറും എന്ന് ഞാൻ പറഞ്ഞു. മാത്രമല്ല മോൻ മാത്രമല്ല അമ്മയും കൂടെ വരും. ഇപ്പം ചിലപ്പം എന്നോട് തിരിച്ചു ചോദിക്കും തനിക്ക് എന്നാന്ന് ചോദിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ ഇക്കാര്യത്തിലൊക്കെ ചെറിയൊരു നിരീക്ഷണം പഠിക്കുന്ന ഒരാളായതുകൊണ്ട് പറയാമെന്ന് പറഞ്ഞു. കാരണം ഈ പയ്യൻ ബൈക്കാന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇത്രയും കാലമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, ഞാൻ അമ്മയെ കൊണ്ടേ വിട്ട് കഴിഞ്ഞാൽ ഉടൻ ചെയ്യാൻ പോകുന്ന ഈ ടയർ മാറുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു ബോധവൽക്കരണത്തിൻ്റെയും കൂടെ പ്രശ്നമാണ്. ആ ബോധവൽക്കരണം നമ്മുടെ ചെറുപ്പക്കാർക്ക് കൊടുക്കേണ്ടത് സ്കൂളുകളിലും കോളേജുകളിൽ നിന്നും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾ ബൈക്ക് മേടിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ ആ ബൈക്ക് മേടിച്ചു കൊടുക്കുന്നതുകൊണ്ട് അവരുടെ ചുമതല തീർന്നില്ല. അതിൻ്റെ കാലാകാലങ്ങളിൽ അതിൻ്റെ ടയറിൻ്റെ കണ്ടീഷനും അതിന് ഇൻഷുറൻസ് ഉണ്ടോ, ഈ വക കാര്യങ്ങളൊക്കെ ആലോചിക്കണം. നമ്മുടെ കേരളത്തിൽ എനിക്കറിയാം പല ആളുകളും അപകടത്തിൽപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പീരീഡ് കഴിഞ്ഞു പോയതാണെന്നും അവൻ്റെ വണ്ടിയുടെ പൊല്യൂഷൻ എടുത്തിട്ടില്ല എന്നുള്ളതൊക്കെ. ഇന്ന് ഇൻഷുറൻസ് കമ്പനികളൊക്കെ ആൾ മരിച്ചിട്ട് കോമ്പൻസേഷൻ കിട്ടുന്നതിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എന്നാലും എന്നെ കേൾക്കുന്ന പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞിരിക്കുക, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് പക്കായാണോ എന്ന് നോക്കണം, നമ്മുടെ ഇൻഷുറൻസ് പക്കായാണോ എന്ന് നോക്കണം, നമ്മുടെ ടയർ കണ്ടീഷൻ പക്കായാണോ എന്ന് നോക്കണം. ഈ വണ്ടിയുടെ കണ്ടീഷൻ കൂടി ഇപ്പം ഞാനൊക്കെ വണ്ടി ഓടിക്കുന്ന കാലഘട്ടങ്ങളിൽ ആദ്യമേ വണ്ടി രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ അതിൻ്റെ ബോണറ്റ് തുറന്ന് ഓയിലുണ്ടോ, ഇഞ്ചൻ വെള്ളമുണ്ടോ ബാറ്ററിക്കകത്തുനിന്നൊക്കെ നോക്കുമായിരുന്നു. ഇപ്പോൾ അതെല്ലാം ഈ വണ്ടിയുടെ ഡാഷ്ബോർഡിൽ തന്നെ തെളിയുന്നത് കൊണ്ട് അങ്ങനത്തെ ഒരു പരിശോധനയൊന്നുമില്ല. അതുകൊണ്ട് ടയറും നോക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മഴക്കാലങ്ങളിൽ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, പോലീസ് വണ്ടി പറഞ്ഞു ഇന്നിപ്പം ഒരു 4-5 മണിക്കൂർ മുമ്പ്. അപ്പം പോലീസ് വണ്ടി എന്നല്ല ഏത് വണ്ടിയും ഗ്രിപ്പില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ മഴക്കാലത്ത് കിട്ടിയാൽ കിട്ടില്ല. മാത്രമല്ല 2 വീലറിനുള്ള അപകടം അത് 2 സെൻറ്റിമീറ്ററിലാണ് നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ചില ബൈക്ക് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ഈ ആളുകൾ കമൻ്റൊക്കെ പറയാം മരിച്ചറിയിച്ച് പോവുകയാണെന്ന്. എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത് അങ്ങനെ പോകരുത്. നിങ്ങളുടെ ജീവൻ വിലപ്പെട്ട ജീവനാണ്. അപ്പം വാഹനങ്ങളുടെ കപ്പാസിറ്റിയും റോഡിൻ്റെ കപ്പാസിറ്റിയും മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ജീവൻ വിലപ്പെട്ടതാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ വേണം ചെറുപ്പക്കാരായ എൻ്റെ കൊച്ചനിയന്മാരും അനിയന്മാരും. ഇപ്പം ഞാനൊരു ചെറുപ്പക്കാരൻ മരിച്ചതുകൊണ്ട് ഞാനിത് പറയുന്നത്, വണ്ടി ഓടിക്കാൻ അത് പ്രായം ചെന്നവരാണെങ്കിലും പ്രായം ചെന്നവർക്ക് അപകടമുണ്ടായത് റോഡിന്റെ കണ്ടീഷനാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിരുന്നത്. മഴക്കാലമാണ്, സൂക്ഷിച്ചു വണ്ടി ഓടിക്കുക എന്നുള്ളത് എല്ലാവരും ചെയ്യേണ്ട ജാഗ്രതയാണ്.